ഹലോ, ഗുഡ് ഈവനിങ്. പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയും ചൈനീസ് പ്രധാനമന്ത്രിയും തമ്മിൽ നടത്തിയ ചർച്ച, ഒരുപക്ഷെ ഈ ചർച്ച ഫലവത്താവുകയാണെങ്കിൽ അത് അമേരിക്കയ്ക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രഹരമായിരിക്കും. ചുങ്കപ്രഹരത്തിലൂടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു കുലുക്കാൻ അമേരിക്ക നടത്തുന്ന ശ്രമത്തിന് ഒരു തിരിച്ചടി എന്നുള്ള നിലയിൽ റഷ്യ, ചൈന, ഇന്ത്യ ഈ ഒരു അച്ചുതണ്ട് രൂപപ്പെടുകയാണെങ്കിൽ അത് ലോകരാജ്യങ്ങളുടെ ക്രമത്തെ തന്നെ മാറ്റിമറിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ നമ്മുടെ കഴിഞ്ഞകാല ചരിത്രം പരിശോധിക്കുമ്പോൾ എത്ര മാത്രം നമുക്ക് ചൈനയുമായി ഒന്നിച്ചു പോകാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ ലോകക്രമം മാറുകയാണ്, ലോകത്തിൻ്റെ സാധ്യതകളും മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഈ അമേരിക്കയിലേക്കുള്ള കയറ്റുമതിക്ക് പകരം മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള സന്ദർഭം ഇന്ത്യക്ക് ഉപയോഗിച്ചേ മതിയാകൂ. ചൈന ഒരു സ്ഥലം, ഒരു രാജ്യം മാത്രമാണ്. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ഇന്ത്യക്ക് അത് വലിയ ഗുണപ്പെടും. ചൈനയ്ക്കും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷെ ഏഷ്യൻ രാജ്യങ്ങൾ ഈ അമേരിക്കൻ, യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നേരെ നടത്തുന്ന പുതിയൊരു ശക്തി സാധ്യതയുള്ള പരീക്ഷണം കൂടിയായിരിക്കും അത്. പ്രൈം ടൈം ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. ഇന്ന് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഒരു വലിയ വാർത്ത വന്നിട്ടുണ്ട്. പത്തനംതിട്ട തിരുവല്ലയിൽ അമ്മയെയും കുഞ്ഞുങ്ങളെയും കാണാതായ സംഭവം നിങ്ങൾക്ക് ഓർമ്മിക്കുന്നുണ്ടാകും. ഈ സംഭവത്തിൽ റീനയുടെ ഭർത്താവിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ ഇന്ന് കണ്ടെത്തി. കവിയൂരിലെ വീട്ടിലാണ് അനീഷ് മാത്യുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അനീഷിൻ്റെ ഭാര്യ റീനയെയും 2 പെൺകുഞ്ഞുങ്ങളെയും 2 ആഴ്ച മുമ്പാണ് കാണാതായത്. അവരെക്കുറിച്ച് ഇനിയും വിവരമൊന്നും ലഭിച്ചിട്ടില്ല. അതിൻ്റെ നിരാശയിലാണോ എന്നറിയില്ല. ഭർത്താവ് ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയാണ് ഇന്ന് വന്നത്. വി ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ജയശങ്കർ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്താണ് ഉണ്ടായത്? ഈ ദുരൂഹത ഒരുപാട് ബാക്കിയാണ് ഈ അപ്രത്യക്ഷമായതിലും ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ മരണത്തിലും. എന്തെങ്കിലും വിവരം പോലീസ് പ്രാഥമികമായി നമ്മോട് പറഞ്ഞോ? ഈ അനീഷ് മാത്യുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വലിയ ദുരൂഹതകൾ എന്തായാലും ഉയരുന്നുണ്ട്. ആത്മഹത്യ ചെയ്ത രീതിയിൽ ഇദ്ദേഹത്തെ അല്പസമയം മുമ്പാണ് കണ്ടെത്തുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ റീനയെയും 2 മക്കളെയും 2 ആഴ്ച മുമ്പാണ് വീട്ടിൽ നിന്ന് കാണാതാകുന്നത്. ഇവർ തിരുവല്ലയിൽ ഒരു ബസ്സിലൊക്കെ കയറി പോകുന്ന CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിക്കുകയും ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിന് SP-യുടെ നിർദ്ദേശപ്രകാരം പുതിയ സംഘത്തെ ഉൾപ്പെടെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അങ്ങനെ വിശദമായി പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം തുടരുന്ന ഒരു ഘട്ടത്തിൽ പോലും റീനയെയും 2 മക്കളെയും കണ്ടെത്താൻ സാധിക്കാത്തൊരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഇപ്പോൾ എന്തായാലും ഈ ഭർത്താവ് അനീഷ് മാത്യുവിനെ കവിയൂരിലെ വീട്ടിൽ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി തന്നെ നോക്കുമ്പോൾ ഇതിൽ വലിയ ദുരൂഹതകളൊക്കെ സംശയിക്കുന്നു. കാരണം സ്വന്തം വീട്ടിൽ നിന്ന് ഈ അനീഷിൻ്റെ ഭാര്യയും മക്കളും പോകുന്നു. അവർ 2 ആഴ്ച കഴിഞ്ഞ് എന്നിട്ടും അവരെ കണ്ടെത്താൻ പറ്റാത്ത സാഹചര്യം വരുന്നു. ഈ റീനയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ഇതിൽ ഗുരുതര ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു. കാരണം ഈ റീനയും കുട്ടികളും വീട്ടിൽ നിന്ന് പോയി 2 ദിവസത്തോളം കഴിഞ്ഞ് മാത്രമാണ് ഈ വിഷയം പോലീസിനെ അറിയിച്ചത്. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം. ഈ അനീഷ് മൊത്തത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിക്കൂട്ടിലാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ എന്തായാലും ഇദ്ദേഹത്തെ ഈ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് നിലവിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം മാറ്റുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള മാനസിക സമ്മർദ്ദം മൂലമാണോ അനീഷ് ആത്മഹത്യ ചെയ്ത ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പോലീസ് എന്തായാലും ഒരു നിഗമനത്തിൽ എത്തേണ്ടതുണ്ട്. പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളൂ. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് ഈ വിഷയം എന്തായാലും വിശദമായി പരിശോധിക്കും. അപ്പോഴും ഒരു ചോദ്യം അവിടെ ബാക്കിയാണ്. റീനയും 2 പിഞ്ചു കുഞ്ഞുങ്ങളും എവിടെയെന്നൊരു ചോദ്യം അപ്പോഴും നിലനിൽക്കുന്നു. SP-യുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം വിഷയം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതുവരെ അമ്മയെയും കുഞ്ഞുങ്ങളെയും കണ്ടെത്താനായിട്ടില്ല. അതിനിടയിലാണ് ഇത്തരത്തിൽ ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി വരുന്നത്. SK സൂചിപ്പിച്ചതുപോലെ അടിമുടി ദുരൂഹതയാണ്. നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. അതിനുള്ള ഉത്തരം പോലീസ് അന്വേഷണത്തിൽ തന്നെ വരും ദിവസങ്ങളിൽ കണ്ടെത്തപ്പെടുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, താങ്ക് യു. വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. മലബാറിൻ്റെ ചിരകാല അഭിലാഷമാണ് വയനാട്ടിലെ തുരങ്കപ്പാത എന്ന് പറയുന്നത്. വയനാട്ടിലെ ഇരട്ട തുരങ്കപ്പാതയുടെ നിർമ്മാണ ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രി നിർവഹിച്ചു. എന്തായാലും ഈ തുരങ്കപ്പാത യാഥാർത്ഥ്യമാകാൻ പോകുന്നു. പാതയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ യോഗത്തിൽ പങ്കെടുത്ത പലരും കാര്യമായി പ്രശംസിക്കുകയും ചെയ്തു. നിശ്ചയദാർഢ്യം മുഖ്യമന്ത്രി ഇതിലൂടെ പ്രകടിപ്പിച്ചു എന്നാണ് പലരും പറഞ്ഞത്. മലബാറിൻ്റെ വികസനത്തിന് പുതിയ നാഴികക്കല്ലായി ഇത് മാറും ഈ ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. ഉദ്ഘാടന വേദിയിൽ താമരശ്ശേരി രൂപതാ ബിഷപ്പും അതുപോലെ T സിദ്ദീഖ് MLA മുഖ്യമന്ത്രിയെ പ്രശംസിക്കുകയും ചെയ്തു. വികസന സ്വപ്നങ്ങൾക്ക് ഗതിവേഗം പകർന്ന് ഇരട്ട തുരങ്കപ്പാത നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കം.
ആനക്കാംപൊയിൽ സെന്റ് മേരീസ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വപ്ന പദ്ധതിക്ക് തറക്കല്ലിട്ടു. വികസന പദ്ധതികൾക്ക് തുരങ്കം വയ്ക്കാൻ ശ്രമമുണ്ടായെന്ന് മുഖ്യമന്ത്രി. ഇത്തരത്തിലുള്ള പദ്ധതികൾ ഏറ്റെടുക്കുമ്പോൾ അതിനെ തകർക്കാനുള്ള നിരവധി ശ്രമങ്ങളാണ് നമ്മുടെ നാട്ടിലുണ്ടായത്. ചുരുങ്ങിയത് 50 വർഷം കാത്തിരുന്നാൽ പോലും നടപ്പാകാത്ത പദ്ധതികൾ, അവയാണ് ഈ ഘട്ടത്തിൽ യാഥാർത്ഥ്യമാക്കാൻ ഇത്തരം ഇടപെടലുകളിലൂടെ നമുക്ക് കഴിഞ്ഞു. വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിച്ച് താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ റെമീജിയോസ് ഇഞ്ചനാനിയലും ടി സിദ്ദിഖ് MLA-യും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും അതിന്റെ പിറകിൽ പ്രവർത്തിച്ചതായ മുഴുവൻ ആളുകളെയും ഈ സന്ദർഭത്തിൽ പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തെ പോലെ നിശ്ചയദാർഢ്യമുള്ള ഒരു മുഖ്യമന്ത്രി നമുക്കില്ലെങ്കിൽ ഇത് യാഥാർത്ഥ്യമാകുകയില്ല. വയനാട്, കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിച്ച് ആനക്കാംപൊയിലിൽ നിന്ന് കള്ളാടി വഴി മേപ്പാടിയിലേക്കാണ് തുരങ്കപാത. താമരശ്ശേരി ചുരം വഴിയുള്ള ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന ബദൽപാത. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കോഴിക്കോട് വയനാട് യാത്രയിൽ 1.5 മണിക്കൂർ വരെ ലാഭിക്കാനാകും. തുരങ്കപാതയുടെ ആകെ ദൂരം 8.735 കിലോമീറ്ററാണ്. ഇതിൽ തുരങ്കത്തിന്റെ നീളം 8.11 കിലോമീറ്റർ. കിഫ്ബിയിൽ നിന്ന് 2134.5 കോടി രൂപ ചെലവിട്ടാണ് നിർമ്മാണം. 4 വർഷമെടുത്ത് പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. മന്ത്രിമാരായ KN ബാലഗോപാൽ, PA മുഹമ്മദ് റിയാസ്, OR കേളു, AK ശശീന്ദ്രൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 24 വയനാട്. എന്തായാലും ഈ തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടെ താമരശ്ശേരി ചുരവുമായി ബന്ധപ്പെട്ട ട്രാഫിക് ഗതാഗത തടസ്സങ്ങളൊക്കെ നീങ്ങിക്കിട്ടുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഒരു കോഴിക്കോടിനും വയനാടിനും വലിയ പ്രതീക്ഷയാണ് ഈ തുരങ്കപാതയിൽ. അവരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കാതിരിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ആശംസിക്കാൻ കഴിയുന്നത്. എന്തായാലും നല്ലൊരു ചുവടുവയ്പ്പാണ് സംസ്ഥാന സർക്കാർ നടത്തിയിരിക്കുന്നത്. ഇന്ത്യ ചൈന ബന്ധം ഊഷ്മളമാക്കി നരേന്ദ്രമോദി ഷി ജിൻപിങ് കൂടിക്കാഴ്ച നടന്നു. മാനവരാശിയുടെ പുരോഗതിക്ക് ഇന്ത്യ ചൈന ബന്ധം അനിവാര്യമെന്ന് ഇരു നേതാക്കളും പറയുന്നു. ഷി ജിൻപിങ്ങിനെ ഇന്ത്യയിലേക്ക് പ്രധാനമന്ത്രി ക്ഷണിക്കുകയും ചെയ്തു. ഇന്ത്യ ചൈന ബന്ധത്തെ അതിർത്തി തർക്കങ്ങൾ ബാധിക്കരുതെന്ന് ചൈനീസ് പ്രസിഡന്റ് പറഞ്ഞു. എന്നാൽ പ്രധാനമന്ത്രിയുടെ ചൈനീസ് സന്ദർശനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് ഇന്ന് രംഗത്ത് വന്നു. അമേരിക്കൻ തീരുവ ഭീഷണിക്കിടെയായിരുന്നു ലോകം ഉറ്റുനോക്കിയ നിർണായക ചർച്ച. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്ക് മുൻപായി ടിയാൻജിനിൽ ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച 55 മിനിറ്റ് നീണ്ടു. 7 വർഷത്തിനിടെ ആദ്യമായാണ് ചൈനയിൽ ഇരു നേതാക്കളും നേരിൽ കാണുന്നത്. ഇന്ത്യ ചൈന അതിർത്തിയിൽ നിലവിൽ ശാന്തമായ അന്തരീക്ഷമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അടുത്ത വർഷത്തെ ബ്രിക്സ് ഉച്ചകോടിക്കായി ഷീ ജിൻപിങ്ങിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. വ്യാളി ആന സൗഹൃദം മെച്ചപ്പെടണമെന്നും നല്ല അയൽക്കാരായി തുടരണമെന്നും ഷീ ജിൻപിങ് പറഞ്ഞു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടക്കമുള്ള നേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ ചർച്ച നടത്തും. ഗാൽവൻ സംഘർഷവും ഓപ്പറേഷൻ സിന്ദൂറും പാകിസ്ഥാനുള്ള ചൈനീസ് പിന്തുണയും ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. 24 ഡൽഹി. ചൈനയുമായുള്ള അതിർത്തി പ്രശ്നത്തിൽ ധാരണയായതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറയുന്നു. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതിനെക്കുറിച്ചും സമവായമായി ചൈനീസ് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ പഹൽഗാം ഭീകരാക്രമണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ചു. പാകിസ്ഥാന് ചൈന നൽകിയ പിന്തുണയെക്കുറിച്ചും സൂചിപ്പിക്കുകയുണ്ടായി. തീവ്രവാദത്തിൽ ഇന്ത്യക്കും ചൈനയ്ക്കും ഒരേ നിലപാടെന്നും വിക്രം മിശ്രി പറയുന്നു. ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി അജീഷ് ജയകുമാർ ചേരുകയാണ്. അജീഷ്, എന്തായാലും ഈ കാര്യത്തിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം നന്നാക്കാനുള്ള ഒരു വലിയ ചുവടുവയ്പ്പാണ് പ്രധാനമന്ത്രി ഇന്ന് നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ അമേരിക്കൻ പ്രസിഡന്റ് നീക്കങ്ങളൊക്കെ തന്നെ നമ്മുടെ താല്പര്യങ്ങൾക്ക് ഹനിക്കുന്ന സംഭവം തന്നെ ആയ സാഹചര്യത്തിൽ മറ്റു ചില ബന്ധങ്ങൾ നമ്മൾ കാര്യമായി പരീക്ഷിക്കേണ്ട സമയമായിരിക്കുന്നു. പറയൂ അജീഷ്. ആശാവഹമായ പുരോഗതി തന്നെയാണ് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള ബന്ധത്തിലുണ്ടായിരിക്കുന്നത് എന്നതിന്റെ സൂചന തന്നെയാണ് വിദേശകാര്യ സെക്രട്ടറിയുടെ ഈ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഉറ്റുനോക്കിയിരുന്ന ഒരു ചർച്ചയായിരുന്നു 7 വർഷങ്ങൾക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലെത്തിയ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നടത്തിയ കൂടിക്കാഴ്ച. അതിൽ പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളും ചർച്ചയായി എന്ന് വേണം മനസ്സിലാക്കുക. അതായത് ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന അതിർത്തി തർക്കമായിരുന്നു പ്രധാനമായും ഉന്നയിച്ചിരുന്നത്. 2020
ഗാൽവാനിലുണ്ടായ ഏറ്റുമുട്ടലിന് ശേഷം ഇരു രാജ്യങ്ങളും സേനകളെ അതിർത്തിയിൽ വലിയ രീതിയിൽ വിന്യസിച്ചിരുന്നു. അത് ഘട്ടം ഘട്ടമായി പിന്മാറ്റിയിരുന്നെങ്കിലും പൂർണ്ണമായിട്ട് രീതിയിൽ എത്തിയിരുന്നില്ല. ഇതിലൊരു തീരുമാനമായതായി വിക്രം മിശ്രി വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പഹൽഗാം ഭീകരാക്രമണമായിരുന്നു. ഈ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി. ആ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന് ചൈനയുടെ പിന്തുണ കിട്ടിയെന്ന് ഇന്ത്യയുടെ ഇന്റലിജൻസ് സംവിധാനങ്ങളാണ് പുറത്തുവിട്ടത്. ആ വിഷയവും നരേന്ദ്രമോദി ഇന്ന് നടന്ന ചർച്ചയിൽ ഉന്നയിച്ചു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയും ചൈനയും തീവ്രവാദത്തിന്റെ ഇരകളാണ്. അതിനുശേഷം സംയുക്തമായി ഇരു രാഷ്ട്രങ്ങളും ഉറപ്പു നൽകി അതിർത്തി കടന്നുള്ള ഏത് തീവ്രവാദ പ്രവർത്തനങ്ങളെയും ഒരുമിച്ച് നേരിടുമെന്നും ഇരു രാഷ്ട്രത്തലവന്മാരും സമവായത്തിലെത്തി. കൂടാതെ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര ബന്ധം അക്കാര്യത്തിലും ഏതാണ്ട് ഒരു സമവായത്തിലെത്തി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതായത് ഇരു രാജ്യങ്ങളും അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആഭ്യന്തര വികസനത്തിനാണ്. പരസ്പര വിശ്വാസത്തോടെയും ബഹുമാനത്തോടെയുമുള്ള വികസനത്തിന് വേണ്ടിയിട്ട് ഇരു രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കണമെന്നും പറഞ്ഞു. മാത്രമല്ല വരുന്ന നൂറ്റാണ്ട് ഏഷ്യയുടേതാണ്. ആ നൂറ്റാണ്ടിൽ ഏഷ്യയുടെ രണ്ട് വലിയ സാമ്പത്തിക ശക്തികൾ പരസ്പരം ശത്രുക്കളായല്ല ഒരുമിച്ച് സുഹൃത്തുക്കളായി സഹകരിച്ച് വേണം പോകണമെന്നും ഇന്ന് ചേർന്ന ചർച്ചയിൽ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് ചേർന്ന് ആ സമവായത്തിലെത്തി. അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് ചർച്ചയായി. അങ്ങനെ ആശാവഹമായ പുരോഗതി തന്നെ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള ബന്ധത്തിൽ ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ അതിൻ്റെ തുടക്കമിട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വിമാന സർവീസുകൾ അത് തുടരുന്നു. മാത്രമല്ല കൈലാസ് മാനസരോവർ യാത്ര തുടങ്ങുന്നു. അങ്ങനെ പല രീതിയിൽ നിർത്തലാക്കിയിരുന്ന ഇന്ത്യയും ചൈനയ്ക്കും ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു വരുന്നു. ഇനി കൂടുതൽ ഈ വ്യാപാര ബന്ധങ്ങളടക്കം അതിലേക്കുള്ള ചർച്ചകളാണ് കടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു അടുത്ത വർഷം 2026 ഇന്ത്യയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടി. ആ ബ്രിക്സ് ഉച്ചകോടിയിൽ ചൈനയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിച്ചിട്ടുണ്ട്. ഷീ ജിൻപിങ്ങിനെ ക്ഷണിച്ചിട്ടുണ്ട് ഇന്ത്യയിലേക്ക്. അങ്ങനെ പ്രധാനമായും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ മഞ്ഞുരുകിലാണ് ഇന്ന് നമ്മൾ കണ്ടത്. ഏതാണ്ട് 55 മിനിറ്റ് നേരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഷീ ജിൻപിങ്ങും തമ്മിലുള്ള കൂടിക്കാഴ്ച നീണ്ടത്. ഓക്കെ, അജേഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ തീരുമാനങ്ങൾക്കും നയങ്ങൾക്കും ഏറ്റ വലിയൊരു തിരിച്ചടിയായിരുന്നു ചൈനീസ് പ്രസിഡന്റും അതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും നടത്തിയ കൂടിക്കാഴ്ച. റഷ്യ, ചൈന, ഇന്ത്യ അച്ചുതണ്ട് രൂപപ്പെട്ടാൽ ഒരുപക്ഷെ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് അത് വിരുദ്ധമാകും എന്ന ധാരണ പാശ്ചാത്യ രാജ്യങ്ങൾ പരക്കുന്നുണ്ട്. ആ സമയത്താണ് ഇപ്പോൾ അടിയന്തരമായൊരു വാർത്ത വരുന്നു. ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ യൂറോപ്യൻ രാഷ്ട്രങ്ങളോട് അമേരിക്ക ആവശ്യപ്പെട്ടു എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നു. ഇന്ത്യയിൽ നിന്ന് എണ്ണയും പ്രകൃതിവാതകവും വാങ്ങുന്നത് നിർത്തുന്നത് ഉൾപ്പെടെയുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്തണമെന്നാണ് അമേരിക്കയുടെ ആവശ്യം. ബ്രിക്സ് രാജ്യങ്ങളുടെ വികസനം തടസ്സപ്പെടുത്തുന്ന നടപടിക്കെതിരെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ന് തുറന്നടിച്ച് രംഗത്ത് വന്നു. ചൈനയിലെ ടിയാൻജിനിൽ ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടി നടക്കുന്ന വേളയിലാണ് ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്ന് അമേരിക്ക യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്ക് നിർദ്ദേശം നൽകിയെന്ന റിപ്പോർട്ട് പുറത്തുവന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ അമേരിക്ക ചുമത്തിയതുപോലുള്ള പിഴത്തീരുവ ചുമത്താൻ യൂറോപ്യൻ രാഷ്ട്രങ്ങളോട് ആവശ്യപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി ലാഭമുണ്ടാക്കുകയാണെന്നും യുക്രൈൻ യുദ്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മോദിയാണെന്നും നേരത്തെ അമേരിക്ക ആരോപിച്ചിരുന്നു. ഇതിനിടെ ബ്രിക്സ് രാജ്യങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വികസനം തടസ്സപ്പെടുത്തുന്ന വിവേചനപരമായ തീരുവകൾക്കെതിരെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ തുറന്നടിച്ചു. ബ്രിക്സിനെതിരെയുള്ള തീരുവ നീക്കങ്ങളെ ഒറ്റക്കെട്ടായി ചെറുക്കുമെന്നും ബ്രിക്സ് ശക്തിപ്പെടുത്താൻ റഷ്യയും ചൈനയും കൂട്ടായി പ്രവർത്തിക്കുമെന്നും പുടിൻ വ്യക്തമാക്കി. കഴിഞ്ഞ ജൂലൈയിൽ ബ്രിക്സ് രാജ്യങ്ങൾക്ക് മേൽ 10% അധിക തീരുവ ചുമത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24. കനത്ത മഴയും മണ്ണിടിച്ചിലും തുടരുന്ന ഹിമാചൽ പ്രദേശിൽ കുടുങ്ങിയ മലയാളികൾ സുരക്ഷിതരാണ് എന്നറിയുന്നു ആശ്വാസം. വിനോദസഞ്ചാരത്തിന് പോയ 18 മലയാളികൾ ഉൾപ്പെടെ 25 പേരാണ് അവിടെ കുടുങ്ങിപ്പോയത്. സുരക്ഷ ഉറപ്പാക്കണമെന്ന് ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖുവിനോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യർത്ഥിച്ചു. ഓഗസ്റ്റ് 25 ഡൽഹിയിൽ നിന്നാണ് സംഘം സിറ്റി വാലി സന്ദർശിക്കാൻ പോയത്. തിരിച്ചു വരാനിരിക്കെ ഷിംലയിലേക്കുള്ള റോഡ് മണ്ണിടിച്ചിലിൽ തകർന്നു. ഇതോടെയാണ് സംഘം കുടുങ്ങിയത്. ഹിമാചൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ബന്ധപ്പെട്ടെന്നും നിലവിൽ സുരക്ഷിതരെന്നും മലയാളികൾ അറിയിച്ചു. ഞങ്ങളിവിടെ കാൽപ്പ എന്ന് പറയുന്ന ഏരിയയിലാണുള്ളത്. ഇപ്പൊ ഇവിടെ സേഫാണ്. ഞങ്ങൾ കൂടുതൽ ആൾക്കാർക്ക് കുറച്ച് മെഡിക്കൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഇപ്പോൾ ഓക്കെ ആയി. പിന്നെ ഇവിടുത്തെ ലോക്കൽ അതോറിറ്റി ഞങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പും സപ്പോർട്ടും അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പാനിക് ആവേണ്ട ഒരു ഇഷ്യൂന്നും ഇല്ലാന്നാണ് അവർ പറഞ്ഞത്. ഷിംലയിലേക്കുള്ള റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാൻ ദിവസങ്ങളെടുക്കുമെന്നാണ് പ്രാദേശിക ഭരണകൂടം അറിയിച്ചത്. മേഖലയിൽ ഇപ്പോഴും കനത്ത മഴയും മണ്ണിടിച്ചിൽ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. കുടുങ്ങിയവരെ തിരികെ എത്തിക്കാൻ ഇടപെടൽ നടത്തുന്നുണ്ടെന്ന്
ഡൽഹിയിലെ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി KV തോമസ് അറിയിച്ചു. നിലവിൽ കൽപ്പ ഗ്രാമത്തിലെ ഹോട്ടലിലാണ് ഇവരുള്ളത്. 24 ഡൽഹി. അലി അക്ബർ ഒരു കമന്റ് പറഞ്ഞിരിക്കും. ഗുഡ് ഈവനിങ് അലി അക്ബർ. കേരളത്തിൽ മൊത്തത്തിൽ തന്നെ ഈ തുരങ്കപാത ഗുണം ചെയ്യുമെന്നാണ് അലി അക്ബർ പറയുന്നത്. വളരെ പ്രതീക്ഷയാണ് മലബാറിന് ഇക്കാര്യത്തിലുള്ളത് എന്ന് നമുക്കറിയാം. പഞ്ചാബിൽ പ്രളയക്കെടുതി രൂക്ഷമാണ് എന്ന വാർത്ത വരുന്നുണ്ട്. മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 24 ഉയർന്നു. 1000-ലധികം ഗ്രാമങ്ങളും കൃഷിയിടവും ഇപ്പോൾ വെള്ളത്തിനടിയിലായിട്ടുണ്ട്. ജമ്മു കാശ്മീരിലും ഉത്തരാഖണ്ഡിലും മിന്നൽ പ്രളയത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. 40 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ പ്രളയക്കെടുതിയാണ് പഞ്ചാബ് നേരിടുന്നത്. 9 ജില്ലകളിലെ 1018 ഗ്രാമങ്ങളെ പ്രളയം ബാധിച്ചു. 3 ലക്ഷം ഏക്കർ കൃഷിഭൂമിയും നശിച്ചുവെന്നാണ് പ്രാഥമിക കണക്ക്. ദ്രുതകർമ്മസേനയുടെയും വിവിധ സേനാ വിഭാഗങ്ങളുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. 11,000-ഓളം ആളുകളെ രക്ഷിച്ചു. 4,000-ഓളം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. രവി, സത്ലജ്, ബിയാസ് നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. കനത്ത ദുരിതം നേരിടുന്ന സംസ്ഥാനത്തിന് പ്രത്യേക പാക്കേജ് നൽകണമെന്ന് പഞ്ചാബ് സർക്കാരും BJPയും പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. കനത്ത നാശം വിതച്ച ജമ്മുകശ്മീരിലും ഉത്തരാഖണ്ഡിലും കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് വൈകിട്ട് ജമ്മുവിലെത്തും. നാളെ ദുരന്തബാധിത മേഖലകളിൽ ആകാശ സർവേ നടത്തും. ശേഷം രാജ്ഭവനിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ അവലോകന യോഗം ചേരും. ഇതുവരെ 170 പേർക്കാണ് ജമ്മുകശ്മീരിൽ പ്രകൃതി ദുരന്തങ്ങളിൽ ജീവൻ നഷ്ടമായത്. 24 ഡൽഹി. ഡെറാഡൂണിലുണ്ടായ മണ്ണിടിച്ചിലിൽ തുരങ്കത്തിനുള്ളിൽ 11 തൊഴിലാളികൾ കുടുങ്ങിപ്പോയെന്ന സംശയം. പിത്തോറാഗഡ് ജില്ലയിലാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. ധൗളിഗംഗ പവർ സ്റ്റേഷന്റെ ഭാഗമായുള്ള തുരങ്കമുഖത്താണ് ഈ അപകടം ഉണ്ടായത്. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു. അജീഷ്, എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ? ISKN ഇത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് ഈ മണ്ണിടിച്ചിലുണ്ടായത്. ഈ സമയത്ത് ഈ തുരങ്കമുഖത്ത് ഇതിനകത്ത് തൊഴിലാളികൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഡെറാഡൂണിലെ പിത്താറോഡ് ജില്ല, അവിടുത്തെ ധൗളിഗംഗ പവർ സ്റ്റേഷന്റെ ഭാഗമായിട്ടാണ് ഈ തുരങ്കം ഉള്ളത്. അത് ആ പവർ സ്റ്റേഷൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ തുരങ്കം ഉള്ളത്. അവിടെ തൊഴിലാളികൾ ജോലിയെടുക്കുകയായിരുന്നു. ആ സമയത്താണ് കനത്ത മഴയിൽ മണ്ണിടിച്ചിലുണ്ടായി. ഇതിന്റെ ഒരു മുഖം ആ ഭാഗത്തായിരുന്നു ഈ അവശിഷ്ടങ്ങൾ വന്നടിഞ്ഞത്. അങ്ങനെ ഇത് മൂടുകയായിരുന്നു. പിന്നീട് BSF ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലും ദുരിതകർമ്മ സേനയുടെ നേതൃത്വത്തിലും രക്ഷാപ്രവർത്തനം ഉടനടി തുടങ്ങുകയായിരുന്നു. ഇതിന്റെ ആദ്യ ഭാഗം ആയിട്ട് 8 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. പക്ഷെ വീണ്ടും കനത്ത മഴ ഉണ്ടായതോടെ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി. അതുകൊണ്ട് രക്ഷാപ്രവർത്തനം വീണ്ടും ദുഷ്കരമാവുകയായിരുന്നു. ഇപ്പോഴും അതിനകത്ത് 11 തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് ലഭിക്കുന്ന വിവരം. അവരെ ഇപ്പോൾ ബന്ധപ്പെടാൻ കഴിയുന്നുണ്ട്. എന്തായാലും ജില്ലാ ഭരണകൂടം എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗിച്ച് അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ഇപ്പോഴും നടത്തുകയാണ്. പക്ഷെ കനത്ത മഴയും മണ്ണിടിച്ചിൽ സാധ്യതയും നിലനിൽക്കുന്നതിനാൽ അവിടെ വെല്ലുവിളി നേരിടുന്നുണ്ട്. ഓക്കെ, അജീഷ് ജയകുമാർ ടെലിഫോണിൽ ചേരുകയായിരുന്നു. കോഴിക്കോട് വടകരയിൽ തെരുവുനായ ആക്രമണം, 11 പേർക്ക് കടിയേറ്റു. 10 വയസ്സുകാരി ഉൾപ്പെടെയുള്ളവർക്കാണ് പരിക്കേറ്റത്. സന്ധ്യയോടെയാണ് ഈ തെരുവുനായ ആക്രമണം ഉണ്ടായത്. സമീർ സി മുഹമ്മദ് മറ്റു വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. സമീർ, പറയൂ. SKN ഇന്ന് സന്ധ്യയോടുകൂടിയാണ് വടകരയിൽ തെരുവുനായ ആക്രമണം ഉണ്ടായത്. 10ാം ക്ലാസ്സുകാരി അതുപോലെ തന്നെ 70-കാരൻ ഉൾപ്പെടെയുള്ള 11 പേർക്കാണ് കടിയേറ്റിരിക്കുന്നത്. ഒരു അതിഥി തൊഴിലാളിക്കും കടിയേറ്റിട്ടുണ്ട്. വടകര പോലീസ് സ്റ്റേഷൻ പരിസരത്തും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുമായാണ് ഇത്രയധികം പേർക്ക് കടിയേറ്റിരിക്കുന്നത്. അവിടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. ആ എക്സിബിഷൻ കാണാനെത്തിയവർക്കും കടിയേറ്റിരിക്കുന്നു. കാലിലാണ് കടിയേറ്റിരിക്കുന്നത്. വൈകിട്ട് സന്ധ്യയ്ക്ക് 6:30 കൂടിയാണ് ആദ്യം കടിയേറ്റത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 8:15 ഈ രാത്രി ഏകദേശം അരമണിക്കൂർ മുമ്പ് പോലും ഒരാൾക്ക് കടിയേറ്റ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പേപ്പട്ടിയെ ഇപ്പോഴും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ആ പട്ടി അവിടെ ഓട്ടം തുടരുകയാണ്. പട്ടിയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. 11 പേർക്കാണ് കടിയേറ്റിരിക്കുന്നത്. ഇവരിപ്പോൾ വടകര ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. വലിയ ഒരു ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. 70-കാരനായിട്ടുള്ള പ്രേംജി അതുപോലെ തന്നെ ഹന ഫാത്തിമ എന്ന 10 വയസ്സുകാരി ഉൾപ്പെടെയുള്ള 11 പേർക്കാണ് കടിയേറ്റിരിക്കുന്നത്. SKN. ഓക്കെ, സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. തെരുവുനായ ആക്രമണം കേരളത്തിൻ്റെ മിക്ക നഗരങ്ങളിലും നാട്ടുമ്പുറത്തും ഒക്കെ വലിയൊരു ശല്യമായി മാറിയിരിക്കുകയാണ്. മിനിബാബു പറയുന്നു, SK നിൽക്കുമ്പോൾ മാന്യമായി കമൻ്റ് ഇടുന്ന ആളുകൾ SK പോയി കഴിയുമ്പോൾ കംപ്ലീറ്റ് അലമ്പാക്കുകയാണെന്നാണ് പറയുന്നത്. അലമ്പാക്കരുത് സുഹൃത്തുക്കളെ, വെറുതെ പേരുദോഷം വിളിച്ചു വരുത്തല്ലേ. അതുപോലെ പിലാത്ര മോഹൻ പറയുന്നു, ഇത്രയും പ്രതികൂല കാലാവസ്ഥയിൽ എന്തിനാണ് ഇങ്ങനെയുള്ള ആളുകൾ ഉത്തരേന്ത്യ ചില പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതാണ് പിലാത്ര ചോദിക്കുന്നത്. ടൂറിസ്റ്റുകൾ പോവുകയാണ്, എന്താ ചെയ്യുക? ചെന്നൈയിൽ വിനായക ചതുർത്ഥി ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. ആയിരക്കണക്കിന് ഭക്തർ ഇന്ന് മറീന ബീച്ചിലെത്തി വിഗ്രഹ നിമജ്ജനം നടത്തി.
ഗതാഗത ക്രമീകരണം നടത്തി കനത്ത സുരക്ഷയിലായി ആഘോഷങ്ങൾ നടക്കുന്നു. കൊട്ടും പാട്ടുമായി വലിയ ആഘോഷത്തോടെയാണ് ഗണേശ വിഗ്രഹങ്ങൾ നിമജ്ജനം ചെയ്യാനെത്തിച്ചത്. വലിയ സംഘങ്ങളായി തുറന്ന വാഹനത്തിൽ രാവിലെ മുതൽ ഭക്തർ പട്ടണംപാക്കം ബീച്ചിലെത്തി. 5 ദിവസം പൂജ ചെയ്ത വിഗ്രഹങ്ങളാണ് ഇന്ന് നിമജ്ജനം ചെയ്യാനെത്തിച്ചത്. വീട്ടിലും മറ്റുമൊക്കെ പൂജ ചെയ്ത ചെറിയ വിഗ്രഹങ്ങൾ ഭക്തർ തന്നെ നേരിട്ട് കടലിലൊഴുക്കി. വലിയ വിഗ്രഹങ്ങൾ ക്രെയിനുകൾ ഉപയോഗിച്ച് നിമജ്ജനം ചെയ്തു. വിഗ്രഹങ്ങളിൽ വ്യത്യസ്തത കൊണ്ടുവരാൻ ഇത്തവണയും ഭക്തർ മത്സരിച്ചിറങ്ങി. വൈകിട്ടത്തെ കണക്ക് പ്രകാരം 1100 വിഗ്രഹങ്ങളാണ് നിമജ്ജനം ചെയ്തത്. കൂടുതൽ ദിവസം പൂജ ചെയ്ത വിഗ്രഹങ്ങൾ നിമജ്ജനം ചെയ്യാനായി ഭക്തർ ഈ ആഴ്ചയിൽ പല ദിവസങ്ങളിലായി ഇവിടേക്ക് എത്തും. എന്തായാലും കൃത്യമായ ഗതാഗത നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തി കനത്ത പോലീസ് സുരക്ഷയിലാണ് ഭക്തർക്ക് വരാനുള്ള വഴിയൊരുക്കിയത്. ക്യാമറമാൻ ശ്രീകാന്ത് ഗൗരീശപട്ടത്തോടൊപ്പം മുഹമ്മദ് റഹീസ്, 24 ചെന്നൈ. വിവാദമൊഴിയാതെ ആഗോള അയ്യപ്പ സംഗമം. അയ്യപ്പ സംഗമം സർക്കാരിന്റെ പ്രായശ്ചിത്തം എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച ദേവസ്വം ബോർഡ് നിലപാട് തിരുത്തണമെന്ന് BJP ആവശ്യപ്പെട്ടു. എതിർപ്പുകൾക്കിടെ അയ്യപ്പ സംഗമത്തെ അനുകൂലിച്ച് SNDP രംഗത്ത് വന്നു. സെപ്റ്റംബർ 20 പമ്പ ത്രിവേണി സംഗമത്തിൽ നടക്കുന്ന അയ്യപ്പ സംഗമത്തെ ചൊല്ലി രാഷ്ട്രീയ തർക്കം മുറുകുന്നതിനിടെയാണ് സമുദായ സംഘടനകൾ അനുകൂല നിലപാടുമായി രംഗത്തെത്തിയത്. NSSന് പിന്നാലെ സംഗമത്തെ പിന്തുണച്ച SNDP. ഇന്ന് ഗവൺമെന്റും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഒന്നിച്ചെടുത്തിരിക്കുന്ന ആ സംഗമം നല്ലതാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ആഗോള അയ്യപ്പ സംഗമത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് ശിവഗിരി മഠം. ഇങ്ങനെയുള്ള സമ്മേളനങ്ങളും മറ്റും ഒന്നും രാഷ്ട്രീയവൽക്കരിക്കാൻ പാടില്ല. കക്ഷിഭേദമൊന്നുമില്ലാതെ എല്ലാവരുടെയും കൂട്ടായ പങ്കാളിത്തത്തോടു കൂടിയാകണം എന്നാണ് ശിവഗിരി മഠത്തിന്റെ കാഴ്ചപ്പാട്. സർക്കാരിന് അയ്യപ്പന്മാരെ ദ്രോഹിച്ച ചരിത്രമാണുള്ളതെന്ന് KC വേണുഗോപാൽ. ഇതൊരു പ്രായശ്ചിത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ശബരിമല വിശ്വാസികളെ ആകമാനം വേദനിപ്പിച്ച ഒരുപാട് സംഭവങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായതാണ്. ആ കുറ്റപരമായ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് തന്നെയാണ് ഈ സർക്കാർ. ആഗോള സംഗമത്തിലേക്ക് വർഗീയവാദികളെ ക്ഷണിക്കരുതെന്നാണ് വ്യക്തിപരമായ അഭിപ്രായമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ അയ്യപ്പ സംഗമം നടത്തിയാൽ വിശ്വാസി സമൂഹം ഒറ്റക്കെട്ടായി നേരിടുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. വിവാദങ്ങൾക്കിടെ അയ്യപ്പ സംഗമത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ നാളെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ മാധ്യമങ്ങളെ കാണും. 24 തിരുവനന്തപുരം. ആഗോള അയ്യപ്പ സംഗമത്തിലെ വിവാദങ്ങളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അതൃപ്തി. അയ്യപ്പ സംഗമത്തെ വിവാദങ്ങളിൽ പെടുത്താൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുവെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് അജികുമാർ പറയുന്നു. നടക്കാൻ പോകുന്നത് വാണിജ്യ സംഗമമല്ലെന്നും ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുകയാണ് പരിപാടിയുടെ ലക്ഷ്യമെന്നും അഡ്വക്കേറ്റ് അജികുമാർ 24നോട് പറഞ്ഞു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ആഗോള അയ്യപ്പ സംഗമത്തെ വിവാദങ്ങളിൽ പെടുത്താനുള്ള ചില കേന്ദ്രങ്ങളുടെ ബോധപൂർവമായ ശ്രമം ഉപേക്ഷിക്കണം. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തിച്ചേരുന്ന ശബരിമലയെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തുക എന്നതാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യം. ജാതി മതഭേദമന്യേ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതും തത്വമസി അത് നീ തന്നെയാകുന്നു എന്ന മഹാസങ്കല്പം വിളിച്ചോതുന്ന ഒരു ആത്മീയ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയുടെ പ്രാധാന്യം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ശ്രമങ്ങളെ വിവാദത്തിൽപ്പെടുത്താൻ ശ്രമിക്കുന്നവർ ദയവായി അതിൽ നിന്ന് പിന്മാറണമെന്നാണ് വിനയപൂർവ്വം ദേവസ്വം ബോർഡിന് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ വിവരങ്ങളുമായി ചേരുന്നു. റിനു, വിശദാംശങ്ങൾ. SKN വലിയ വിവാദത്തിലേക്ക് പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട്. അതിൽ നിന്നൊക്കെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കക്ഷികളും പിന്മാറണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ദേവസ്വം ബോർഡിന് ഉള്ളത്. നിലവിലുള്ള ഈ വിവാദത്തിൽ വലിയ രീതിയിലുള്ള അതൃപ്തിയുണ്ട് ദേവസ്വം ബോർഡിന്. സംസ്ഥാന സർക്കാരിന് കീഴിൽ ദേവസ്വം ബോർഡാണ് ഈ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത്. ഒരു തരത്തിലും രാഷ്ട്രീയപരമായിട്ടുള്ളൊരു വിവാദം ഉണ്ടാക്കരുത് എന്നുള്ളൊരു അഭ്യർത്ഥന ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും അജികുമാർ ദേവസ്വം ബോർഡ് അംഗമാണ്. അദ്ദേഹം 24നോട് പറഞ്ഞത് ഒരു വാണിജ്യമായിട്ടുള്ളൊരു മേളയോ ഒന്നും തന്നെ അല്ല എന്നുള്ള
എന്നുള്ളതാണ്. ശബരിമല ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു പരിപാടി മാത്രമാണ്. അതിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു വിവാദം കൊണ്ടുവരണം അത് എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്തായാലും ദേവസ്വം ബോർഡിന്റെ ശ്രമങ്ങളെ എഴുത്തിക്കാട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത്തരം ഇടപെടലുകൾ അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. എന്തായാലും ദേവസ്വം ബോർഡിന് ഇത്തരം ഇടപെടലുകളിൽ ഒരു അതൃപ്തിയുണ്ട്. നാളെ ദേവസ്വം ബോർഡ് സംയുക്തമായി തന്നെ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് നിലപാട് അറിയിക്കുവാൻ വേണ്ടിയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. SKN. താങ്ക് യു റിനു ശ്രീധർ. തൃശ്ശൂരിൽ നിന്ന് സൂര്യസജി ഇപ്പോൾ ഒരു വാർത്ത അറിയിക്കുന്നുണ്ട്. CPM ബ്രാഞ്ച് സെക്രട്ടറിയെ വെട്ടി പരിക്കേൽപ്പിച്ചു. കുന്നംകുളം പഴഞ്ഞി മങ്ങാട് മണോർക്കടവിൽ CPM ബ്രാഞ്ച് സെക്രട്ടറിയാണ് വെട്ടിപ്പരിക്കേൽപ്പിച്ചായി വാർത്ത വന്നിരിക്കുന്നത്. മങ്ങാട് സ്വദേശി കുറുമ്പൂർ വീട്ടിൽ മിഥുനാണ് വെട്ടേറ്റത്. ഇന്ന് വൈകുന്നേരം 6 മണിയോടെ മണോർക്കടവ് കോതോട്ട് അമ്പലത്തിന് സമീപത്ത് വെച്ചാണ് ആക്രമണം നടന്നത്. സംഭവത്തിൽ മങ്ങാട് സ്വദേശികളായ ഗൗതം, വിഷ്ണു, രാകേഷ്, അരുൺ എന്നിവരെ കുന്നംകുളം പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തുവെന്നും വിവരം. ലഹരിക്ക് അടിമകളായ പ്രതികൾ മിഥുൻ്റെ സഹോദരനുമായി നേരത്തെ വാക്കുതർക്കമുണ്ടായിരുന്നു. ഇതിൻ്റെ പ്രതികാരമെന്നോണം മിഥുനുമായി വാക്കുതർക്കമുണ്ടാവുകയും കയ്യിൽ കരുതിയ ആയുധം കൊണ്ട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ ആക്രമിക്കുകയുമായിരുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. തിരുവല്ലയിലെ അനീഷ് ആത്മഹത്യ ചെയ്ത് പോലീസിന്റെ മാനസിക പീഡനം മൂലമാണ് എന്ന് കുടുംബം പരാതി പറയുന്നു. നിരന്തരമായി പോലീസ് അനീഷിനെ വിളിച്ച് ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. ആരോപണങ്ങൾ എന്നാൽ പോലീസ് നിഷേധിച്ചിരിക്കുകയാണ്. ലൈംഗിക ആരോപണ കേസുകളിൽപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പിന്തുണച്ച് കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വരുന്നു. രാഹുലിനെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാനാണ് അവരുടെ നീക്കം. പാർട്ടി നിലപാട് വ്യക്തമാകുന്നതിന് മുമ്പ് വനിതാ നേതാക്കൾ രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട് തെറ്റായിപ്പോയെന്ന് MM ഹസൻ. ഇതിനിടെ രാഹുലിനെ പിന്തുണച്ച് CPM മുൻ MLA ഐഷ പൂരിയും രംഗത്ത് വന്നു. രാഹുൽ മാങ്കൂട്ടലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തെങ്കിലും കോൺഗ്രസിൽ നിന്ന് പിന്തുണ കൂടുകയാണ്. മുകേഷിന് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാമെങ്കിൽ രാഹുലിനും പങ്കെടുക്കാമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട വനിതാ നേതാക്കളെ തള്ളി MM ഹസനും രംഗത്തെത്തി. പാർട്ടി തീരുമാനം വരുന്നതിന് മുമ്പ് അങ്ങനെയുള്ള ആളുകൾ പ്രതികരിക്കുന്നത് തെറ്റാണ്. ഒരു മെമ്പറുടെ അവകാശമാണ് നിയമസഭ അറ്റൻഡ് ചെയ്യുക, നിയമസഭയിൽ പങ്കെടുക്കുക. രാഹുലിനെതിരായ പരാതികളുടെ ആധികാരികത കൂടി പരിശോധിക്കണമെന്നായിരുന്നു CPIM മുൻ MLA ഐഷ പോറ്റിയുടെ പ്രതികരണം. ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും ഏത് മനുഷ്യരെ പറ്റിയായാലും എന്ത് പറഞ്ഞാലും അതിൻ്റെ ഉള്ളടക്കം സത്യമാണോ എന്നൊന്നും നോക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ആരുടെ കാര്യത്തിലായാലും ഏത് മനുഷ്യരുടെ കാര്യം ഇത് എന്തിനാ അടക്കി വെച്ചുകൊണ്ടിരിക്കുന്നത്, പറയാനുള്ളത് അപ്പം പറഞ്ഞുകൂടെ. UDF കൺവീനർ അടൂർ പ്രകാശും രാഹുലിന് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു. ലൈംഗിക ആരോപണ കേസിൽ ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം രാഹുലിന്റെ മൊഴി രേഖപ്പെടുത്തും. രാഹുലിന്റേതെന്ന പേരിൽ പുറത്തുവന്ന ശബ്ദ സന്ദേശങ്ങളിൽ ഉള്ളവരുടെ മൊഴി രേഖപ്പെടുത്താനും നീക്കമുണ്ട്. രാഹുലിനെതിരെ 10 പരാതികളാണ് ഇതുവരെ ലഭിച്ചത്. 24 തിരുവനന്തപുരം. ഞാൻ നേരത്തെ പറഞ്ഞ വാർത്തയിലേക്കാണ്. തൃശ്ശൂർ കുന്നംകുളത്ത് CPM ബ്രാഞ്ച് സെക്രട്ടറി വെട്ടി പരിക്കേൽപ്പിച്ചു. മങ്ങാട് സ്വദേശി കുറുമ്പൂർ വീട്ടിൽ മിഥുനാണ് വെട്ടേറ്റത്. കൂടുതൽ വിവരങ്ങളുമായി അതിൻ്റെ ആദ്യം എൻ്റെ ചില ദൃശ്യങ്ങളൊന്ന് കാണിച്ചു തരാം. കൂടുതൽ വിവരങ്ങളുമായി സൂരജ് സജി ചേരുകയാണ് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ശരിക്കും അദ്ദേഹത്തിൻ്റെ പരിക്ക് ഗുരുതരമാണോ? തലയിലടക്കം ഈ പരിക്കേറ്റിട്ടുണ്ട് മിഥുന് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ ലഹരി സംഘമാണ് ഈ CPM ബ്രാഞ്ച് സെക്രട്ടറിക്ക് നേരെ അക്രമം നടത്തിയത് എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് തന്നെ ലഭിക്കുന്ന വിവരം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ പഴഞ്ഞി മങ്ങാട് മളോർക്കടവിലെ CPM ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള മിഥുന്റെ അനിയനും ഈ ലഹരി സംഘവും തമ്മിൽ ചില തർക്കങ്ങളുണ്ടായിരുന്നു. ഈ തർക്കങ്ങളെ തുടർന്ന് ഇന്ന് വൈകുന്നേരം ഈ മേഖലയിലെത്തിയ സംഘം വലിയ രീതിയിലുള്ള വെല്ലുവിളി നടത്തുകയും മിഥുന് നേരെ തിരിയുകയുമായിരുന്നു. അങ്ങനെ മിഥുനുമായി ഇവർ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും കയ്യിൽ നേരത്തെ തന്നെ കരുതിയ ആയുധങ്ങൾ
ഉപയോഗിച്ചുകൊണ്ട് മിഥുനെ ആക്രമിക്കുകയും ചെയ്യുകയായിരുന്നു. ഈ സംഭവത്തിന് ശേഷം ഈ മേഖലയിലാകെ തന്നെ സംഘം വലിയ രീതിയിലുള്ള പരിഭ്രാന്തി വരുത്തി. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പിന്നീട് ഈ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഈ കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി ചിലരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. മങ്ങാട് സ്വദേശികളായിട്ടുള്ള ഗൗതം, വിഷ്ണു, രാകേഷ്, അരുൺ എന്നിങ്ങനെ 4 പേരെയാണ് കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ലഹരിക്കടിമകളായ പ്രതികൾ നേരത്തെയും മിഥുന്റെ അനിയനുമായി തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഈ തർക്കത്തെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഈ ആക്രമണത്തിലേക്ക് നീങ്ങിയത് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ മർദ്ദനത്തിൽ ചെവിക്കുൾപ്പെടെ പരിക്കേറ്റ മിഥുൻ ഇപ്പോൾ കുന്നംകുളം ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്നത് സംബന്ധിച്ചും ഇപ്പോൾ കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്കെയിൻ മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കിനെ തുടർന്ന് കേരള ഹൈക്കോടതി ഇടപെട്ട് ടോൾ പിരിവ് നിർത്തിവെച്ച തൃശൂർ പാലിയേക്കരയിൽ നിരക്ക് കൂട്ടിയതായി വാർത്ത വന്നു. ഒരു ഭാഗത്തേക്കുള്ള യാത്രയ്ക്ക് ഇനി മുതൽ 5 രൂപ മുതൽ 15 രൂപ വരെ കൂട്ടിയിട്ടുണ്ട്. പ്രതിപക്ഷം നിരക്ക് ഉയർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടപടിയെന്നാണ് ദേശീയപാത ഹൈവേ അതോറിറ്റി പറയുന്നത്. ദേശീയപാതയിലെ ഗതാഗത പ്രശ്നങ്ങളുടെ പേരിൽ ഹൈക്കോടതി നിർത്തിവെപ്പിച്ച ടോൾ പിരിവ് പുനരാരംഭിക്കുമ്പോൾ കൂടിയ നിരക്ക് ഈടാക്കാനാണ് നീക്കം. കരാർ കമ്പനിയായ GIPLന് ഉയർത്തിയ നിരക്ക് ഈടാക്കാൻ ദേശീയപാത അതോറിറ്റി അനുമതി നൽകി. ഒരു ഭാഗത്തേക്കുള്ള യാത്രയ്ക്ക് 5 മുതൽ 15 രൂപ വരെയാണ് കൂട്ടിയത്. കാറുകൾക്ക് ഒരു ഭാഗത്തേക്ക് പോകാൻ 90 രൂപ എന്നത് 95 ആകും. ദിവസം ഒന്നിൽ കൂടുതൽ യാത്രയ്ക്ക് 140 രൂപ എന്നതിൽ മാറ്റമില്ല. ചെറുകിട വാണിജ്യ വാഹനങ്ങൾക്കുള്ള ടോൾ നിരക്ക് 160 രൂപ എന്നത് 165 രൂപയാകും. ഒന്നിൽ കൂടുതലുള്ള യാത്രകൾക്ക് 240 എന്നത് 245 രൂപയാകും. ബസ്, ട്രക്ക് എന്നിവയ്ക്ക് 320 രൂപയായിരുന്നത് 330 രൂപയും ഒന്നിൽ കൂടുതൽ യാത്രയ്ക്ക് 485 എന്നത് 495 രൂപയുമാകും. മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്ക് ഒരു ഭാഗത്തേക്ക് 515 രൂപ എന്നത് 530 രൂപയായും ഒന്നിൽ കൂടുതൽ യാത്രയ്ക്ക് 775 രൂപയായിരുന്നത് 795 രൂപയായും ഉയരും. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സെപ്റ്റംബർ 9 വരെ പാലിയേക്കരയിലെ ടോൾ പിരിവ് നിർത്തിവച്ചിരിക്കുകയാണ്. എന്നാൽ ഹർജി തീർപ്പാക്കാനിരിക്കെ ടോൾ പിരിവ് കൂട്ടിയതിനെ വിമർശിച്ച DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് രംഗത്തെത്തി. 24 തൃശൂർ. താമരശ്ശേരി ചുരം 9-ാം വളവിൽ അപകടമുണ്ടായി. നിയന്ത്രണം വിട്ട ഒരു കണ്ടെയ്നർ ലോറി സംരക്ഷണ ഭിത്തി തകർത്തു. ലോറിയിലുണ്ടായിരുന്ന ഡ്രൈവറെയും മറ്റൊരാളെയും അതിസാഹസികമായിട്ടാണ് രക്ഷപ്പെടുത്തിയത്. മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്ക് ചുരത്തിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 12:45 കർണാടകയിൽ നിന്ന് വരികയായിരുന്ന കണ്ടെയ്നർ ലോറി അപകടത്തിൽപ്പെട്ടത്. 9-ാം വളവിൽ സംരക്ഷണ ഭിത്തി തകർത്ത് കൊക്കയിലേക്ക് പാതി വീഴാറായ നിലയിലാണ്. കണ്ടെയ്നറിൽ ലോഡ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ലോറി താഴേക്ക് പതിക്കാതിരുന്നത്. ലോറിയിലുണ്ടായിരുന്ന ഡ്രൈവർ ഉൾപ്പെടെ 2 പേരെ അതിസാഹസികമായാണ് രക്ഷപ്പെടുത്തിയത്. പോലീസും നാട്ടുകാരും ചുരം സംരക്ഷണ സമിതി പ്രവർത്തകരുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കണ്ടെയ്നർ ലോറി അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. നിലവിൽ ക്രെയിൻ എത്തിച്ചിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് മാത്രം ലോറി നീക്കാൻ കഴിയില്ല. അപകടമുണ്ടായ പശ്ചാത്തലത്തിൽ അടിവാരത്തും ലക്കിടിയിലും നിയന്ത്രണം കർശനമാക്കി. അപകടമുണ്ടായ ഭാഗത്ത് ഒരു വരിയായി മാത്രമാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. 24 കോഴിക്കോട്. തിരുവനന്തപുരം കള്ളിക്കാട് 143 ഗ്രാം MDMA പിടികൂടി. 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാലോട് സ്വദേശി കിരൺജിത്ത്, ആനാട് സ്വദേശി ഗോകുൽ എന്നിവരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. റിനു ശ്രീധർ വീണ്ടും ചേരുന്നു തിരുവനന്തപുരത്ത്. റിനു, വിശദാംശങ്ങൾ. SKN ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എക്സൈസും പോലീസും വലിയ രീതിയിലുള്ള പരിശോധനയാണ് സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ നടത്തുന്നത്. ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ കള്ളിക്കാട് എക്സൈസ് ചെക്ക് പോസ്റ്റിന് സമീപത്ത് വെച്ചാണ് പോലീസ് 2 പേരെ സംശയാസ്പദമായ രീതിയിൽ കാണുന്നത്. ഇവർ ബൈക്കിലാണ് സഞ്ചരിച്ചിരുന്നത്. ഇവരുടെ ബൈക്കും അതുപോലെ തന്നെ ദേഹവും പരിശോധിച്ചതിലാണ് 143 ഗ്രാം MDMA പിടിച്ചെടുക്കുന്നത്. പാലോട് സ്വദേശിയായിട്ടുള്ള കിരൺജിത്ത്, ആനാട് സ്വദേശി ഗോകുൽ എന്നിവരാണ് പിടിയിലായത്. റൂറൽ SP നേതൃത്വത്തിൽ പ്രത്യേക സംഘം തന്നെ, ഡാൻസ് ഓഫ് സംഘം തന്നെ ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ ഇടങ്ങളിൽ പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. SKN. താങ്ക് യു. ഷാർജയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശിനി അതുല്യയെ ഭർത്താവ് ഭീഷണിപ്പെടുത്തുന്ന കൂടുതൽ ദൃശ്യങ്ങൾ 24 കിട്ടി. അതുല്യയെ കൊലപ്പെടുത്തുമെന്ന് സതീഷ് പറയുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ദൃശ്യങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും. മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് അതുല്യ ചിത്രീകരിച്ചതെന്ന് പറയപ്പെടുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഭർത്താവ് സതീഷ് കൊലപ്പെടുത്തുമെന്ന് പറയുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തം. 10 വർഷം പീഡനം അനുഭവിച്ചതും വീഡിയോയിൽ അതുല്യ വ്യക്തമാക്കുന്നു. നേരത്തെയും സതീഷിന്റെ ക്രൂരപീഡനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. നീ ഒന്ന് പോയാലും ഞാൻ കുത്തി കൊന്നിട്ടേ ഞാൻ അടങ്ങത്തുള്ളൂ.
സതീശോ, നീ എവിടെ പോനാ? നീ എവിടെ പോവും? നീ പോവോ? ആരെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് ആരെ കാണിക്കാനുള്ള. പീഡനത്തിന്റെ ദൃശ്യങ്ങൾ തെളിവായി കോടതിയിൽ ഹാജരാക്കിയെങ്കിലും ഇവ പഴയതെന്നാണ് പ്രതിഭാഗം ഉന്നയിക്കുന്നത്. ഇതോടെ ദൃശ്യങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കി റിപ്പോർട്ട് ഹാജരാക്കാൻ കോടതി പ്രോസിക്യൂഷനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ചാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത്. പ്രതി സതീഷ് ഇടക്കാല മുൻകൂർ ജാമ്യത്തിലാണ്. ഇക്കഴിഞ്ഞ ജൂലൈ 19-നാണ് ഷാർജയിലെ ഫ്ളാറ്റിൽ അതുല്യയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 24 കൊല്ലം. ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. നിങ്ങൾക്ക് നല്ലൊരു രാത്രി ഞാൻ നേരുന്നു. ശുഭരാത്രി. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.